ഇൻ്റർനെറ്റ് ഇന്നത്തെ ജീവിതത്തിൽ ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപയോഗം അല്ലെങ്കിൽ കുറച്ചധികം ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് രോഗമായിട്ട് കാണില്ല. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ ഒരു 6 തൊട്ട് 10% ആൾക്കാർ വരെ അഡിക്ഷൻ രോഗമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. അഡിക്ഷൻ എന്ന് പറയണമെങ്കിൽ അതിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഇൻ്റർനെറ്റിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനോടൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി വരാൻ കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വരിക. അത് കുറയ്ക്കാനോ നിർത്താനോ ഒക്കെ ട്രൈ ചെയ്യുക, പക്ഷേ സക്സസ്ഫുൾ ആവാതിരിക്കുക. ഇത് കാരണം നമ്മളെ നല്ല ബന്ധങ്ങൾ, ജോലി, പഠിത്തം ഇതൊക്കെ ബാധിക്കും. ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡിക്ഷൻ ആണെന്ന് പറയാം. അങ്ങനെ വരുമ്പം സോഷ്യലി പ്രോബ്ലംസ് ഉണ്ടാവും. ആ സോഷ്യലി ഉണ്ടാകുന്ന പ്രോബ്ലംസ് തന്നെ മാനസിക രോഗത്തിൻ്റെ രീതിയിൽ വരാം. ഒരു ഡ്രഗ് അഡിക്റ്റിന് അത് കിട്ടാണ്ട് വരുമ്പം ആ ക്രേവിങ് ഉണ്ടാവും, അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിനും വരുന്നത്. ഇപ്പോൾ ഗൂഗിൾ സെർച്ചും എല്ലാ കാര്യത്തിനും അതാണല്ലോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചില ആൾക്കാരുണ്ട്, ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഒരു പേഷ്യൻ്റ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്, അയാൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അയാൾ തീരുമാനിച്ചു. അതല്ല എന്നുള്ള സ്കാൻ ചെയ്തെല്ലാം കഴിഞ്ഞു. പക്ഷേ പറയുന്നത് ഇതാണ്, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതൊക്കെ ഉണ്ട്, എനിക്കുള്ള എല്ലാ സിംറ്റംസും അതിലുണ്ട്. അങ്ങനെ ആ ഫോബിയ തുടങ്ങി. അപ്പോൾ അതിന് മരുന്ന് കഴിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കാരണം അവരെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാരുമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ജോലിയെ ബാധിക്കുന്നുണ്ട്, എന്തിനേയും ബാധിക്കുന്നുണ്ടെങ്കിൽ, അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന ഇവരെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത്. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിപ്പോൾ ഗെയിംസ് ആയിരിക്കാം, ചാറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ യൂസ് കുറയ്ക്കാൻ നോക്കണം. മിക്കവാറും എല്ലാവർക്കും ചില ടൈം ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് വേറെ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് ഇതിന് കൊടുക്കുന്ന സമയം നമുക്ക് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റാത്ത സമയത്തേക്ക് മാറ്റുക. അപ്പോൾ അതിന് നല്ലത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഫ്രണ്ട്സുമായിട്ട് കൂടുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ലതായിട്ട്. രണ്ടാമത്, ഇത് കുറച്ചും ഘട്ടമായിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4.5 മണിക്കൂറാക്കുക ആദ്യം, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 4 ആക്കുക, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അതിനെ മോണിറ്റർ ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുക. ഈ പറഞ്ഞ പോലെ ഒന്നും മാറ്റി നിർത്താൻ അതൊന്നും പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കാം. ഇതിനൊരു കമ്പൽഷൻ ഉണ്ട്, ഇതിനൊരു ടോളറൻസ് ഉണ്ട്, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ റിലാക്സ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പഠിപ്പിക്കും. കാരണം വെച്ചാൽ ഇത് ഇല്ലാണ്ട് വരുന്ന സമയത്ത് ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് പഠിപ്പിക്കുക. അപ്പോൾ അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കുറേ ഒരു പരിധി വരെ ആ സമയത്തുണ്ടാകുന്ന ഡിസ്ട്രെസ് അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചില സമയത്ത് ചില കേസുകളിൽ കുറച്ച് മരുന്നുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പം ബേസിക്കലി വേണ്ടിയത് ഇതാണ്, ആ ടൈം നമുക്ക് പറ്റാത്ത ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതാണോ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അത് പതുക്കെ ഒഴിവാക്കാൻ എന്നുള്ളത്.